ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ഇപ്പോൾ ബുധനാഴ്ചയായി. ഇപ്പം ഇന്നലെ തുടങ്ങി ആദ്യം ജിമ്മിൽ പോയി തുടങ്ങി. ഒരു 3-4 മാസം ഗ്യാപ്പായി. അന്ന് കഴിഞ്ഞൊരു വ്ളോഗിലാണ് ഞാൻ ഒരാളെ ജിമ്മിൽ പോയി. അന്ന് കാര്യമായിട്ട് വർക്കൗട്ട് ചെയ്തില്ല. ഇപ്പോൾ ഇന്നലെ തുടങ്ങി സ്ട്രിക്റ്റ് ആയിട്ട് പോകാൻ നയിക്കുന്നു. ഡയറ്റൊക്കെ നോക്കി പ്രോപ്പറായി വർക്കൗട്ടൊക്കെ ചെയ്യാൻ നയിക്കുന്നു. ഞാൻ റൂംമേറ്റിനോട് ജിമ്മിലൊക്കെ പോയി വന്നു. സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ബേസിക്കായി ചെയ്ത്. ഇതിനോട് നല്ല പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യണം. 3rd സെമസ്റ്റർ തുടങ്ങി. ക്ലാസ്സിന് ഒരാഴ്ച. ഞാൻ ക്ലാസ്സിൽ ഇപ്പോൾ 3 മലയാളികളേ ഉള്ളൂ. ക്ലാസ്സിൽ വീഡിയോസ് എടുത്തില്ല, അതിന് ആഡ് ചെയ്യാം. ഇവരുണ്ട്. ഇപ്പം അനിയറ്റിയും ഔസിപ്പച്ചെന്ന് പറഞ്ഞ 2 പേരാണ് എൻ്റെ കൂടെ ഉള്ളത്. മുമ്പ് അവരുടെ ക്ലാസ്സായിട്ടുള്ള, പക്ഷെ അവർക്കായിട്ട് അത്യാവശ്യം കമ്പനിയാണ്, കുഴപ്പമില്ല. അപ്പോൾ നല്ല രീതിയിൽ ക്ലാസ് പോകുന്നുണ്ട്. നല്ലൊരു പ്രൊഫസറാണ്. ക്ലാസ്സും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, കുഴപ്പമില്ലാണ്ട് പോകണം. ഇത് ആ കൂടി ഏപ്രിലാവുമ്പോൾ കോഴ്സ് അവിടെ തീരും. അതിൻ്റെ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യണം. അതിന് വേറെ IELTS എഴുതണം. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അതെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ജോലിക്ക് പോയിട്ട് കുറച്ച് ക്ലിപ്പുകളൊക്കെ ആഡ് ചെയ്യും. ഇപ്പോൾ നല്ല മഞ്ഞായിരുന്നു. കഴിഞ്ഞൊരു ദിവസം ഫീൽസ് ലൈക്ക് -20-24 ഒക്കെ വരെയായിരുന്നു. നല്ല തണുപ്പായിരുന്നു. അപ്പോൾ സ്നോ അത്യാവശ്യം ഉണ്ട് പുറത്ത്. ഞാനിതിപ്പോൾ എൻ്റെ റൂമിൽ ഹോളിലെല്ലാം മരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റൂമിൽ വെച്ച് എടുക്കാമെന്ന് വെച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഈ ഫൈനൽ സെമസ്റ്ററിലെ ക്ലാസ് റൂം. ക്ലാസ് കഴിഞ്ഞ് പ്രോജക്റ്റിന് വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ 3 പേരും. 4 ദിവസമാണ് ഇപ്പോൾ ക്ലാസ് ഉള്ളത്. 2 ഓൺലൈനും 2 ഓഫ്ലൈനും. ഇതാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. ഈ സെമസ്റ്ററിൽ നമുക്ക് ക്ലാസ് ചൂസ് ചെയ്യാൻ പറ്റില്ല. അവർ റാൻഡംലി സെലക്ട് ചെയ്യണ കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ മറ്റേ ക്ലാസ്സിലായി പോയി. ആ ക്ലാസ്സിൽ 10-15ഓളം മലയാളികളുണ്ട്. ഈ ക്ലാസ്സിൽ ഞങ്ങൾ 3 പേരുള്ളൂ. അപ്പോൾ ഞാൻ ആ ക്ലാസ്സിലേക്ക് സ്വിച്ച് ചെയ്ത് വരാത്തതിൻ്റെ ദേഷ്യമാണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ. അത് പിന്നെ മാറ്റാനും പറ്റിയില്ല ലാസ്റ്റ്. പിന്നെ ഇപ്പോൾ ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഏറെക്കുറെ ഞങ്ങൾക്ക് ടൈമിങ് സെയിം ആയതുകൊണ്ട് കുഴപ്പമില്ല. 1/2 മണിക്കൂർ വ്യത്യാസമുള്ളൂ. അപ്പോൾ എൻ്റെ ക്ലാസ്സിന് വേണ്ടി ഞാൻ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഞങ്ങൾ തിരിച്ചു പോകും ഒരുമിച്ച്. മുതൽ എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി. ഇനി മൈൻഡ് ചെയ്യില്ല എന്നാണ് പറയണേ. കണ്ടറിയാം. കൊണ്ട് നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ പടം. ഇനി എനിക്കിത് വേണ്ട. നിനക്കും. അങ്ങനെ ബാക്ക് ടു ദ ഷിഫ്റ്റ് ഡേ. ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു. -18 നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഗ്ലൗസ് കിട്ടണമായിരുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടി ഗ്ലൗസ് ഊരിയത്, കാരണം റെക്കോർഡ് ചെയ്യാൻ പറ്റണമായിരുന്നു ഗ്ലൗസ് ഇട്ടിട്ട്. പിന്നെ നല്ല സ്നോ ആയിരുന്നു അന്ന്. ഇത് എൻ്റെ വർക്ക് സ്പേസ്. ഞാൻ എൻ്റെ പാർട്ട് ടൈം ജോബിനെ പറ്റി ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെ ചെക്കൗട്ട് ചെയ്താൽ മതി എൻ്റെ ജോലി കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ എൻ്റെ ബ്രേക്ക് ടൈമിൽ ഞാൻ വീഡിയോ എടുത്തതാണ്. സാറ്റർഡേ സൺഡേ ഷിഫ്റ്റിൽ ബ്രേക്ക് കുറച്ച് കൂടുതൽ കിട്ടും ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ പോകും. തൊട്ടടുത്ത് തന്നെ ടിമ്മുണ്ട്. ടിമ്മെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചായക്കടയൊക്കെ പോലെ ഇവിടെ മിക്കവരും പോണ ഇതാ കാണുന്നതാണ് ടിം ഹോട്ടൽസ്. അവിടെ നിന്നാണ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ബ്രേക്കിന് റീലൊക്കെ ഉണ്ട്, ഫോണൊക്കെ നോക്കിയിരിക്കാറ്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വെളുപ്പിന് 3:30 ഷിഫ്റ്റ് ഉണ്ടാവും. ഈ കാണുന്ന 2 പേര് ഡ്രൈവേഴ്സാണ്. ഇവരാണെങ്കിൽ ചായയൊക്കെ മേടിച്ച് തരാറുള്ളത്. ഇത് അരുൺ ചേട്ടൻ, മറ്റേത് മനോജ്. അങ്ങനെ ജോലിയൊക്കെ എല്ലാം കഴിഞ്ഞു. ഇനി ബാക്ക് ടു ടുഡേ. ജിമ്മിൽ പോയി തിരിച്ച് വരണ വഴിയാണ്. മുമ്പ് ജിമ്മിൽ പോയതാണ്. പിന്നെ ബ്രേക്ക് വന്നു. പ്രോപ്പറായി ഫുഡും കഴിക്കേണ്ട എല്ലാം കൊണ്ട് ഒരു 2-3 മാസം ഗ്യാപ്പ് വന്നു. ഇനി ആദ്യം മുതൽ തുടങ്ങാൻ നിൽക്കണം. ഇവിടെ വന്ന് മിക്ക ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പ്രോപ്പറായി ഫുഡ് കഴിക്കലോ ഉറക്കമൊന്നും ശരിയാവാറില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വീണ്ടും ഓർഡർ ആക്കണം. ഹെൽത്ത് നമ്മൾ നോക്കണമല്ലോ. ഹെൽത്താണ് മെയിൻ. അതില്ലെങ്കിൽ പിന്നെ വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇനി മുതൽ പ്രോപ്പറായി ജിമ്മിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിക്ക് ഉഷാറാവാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞു. നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്ന് മുതൽ ഫുൾ വർക്കൗട്ട്, പ്രോപ്പർ ഡയറ്റ്. തണുക്കണേ എടുത്തിട്ട് കുറച്ചെന്നെ ഉറക്കിനി. അത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. വേറെ ഒന്നുമില്ല. മുടിയൊക്കെ വളർത്താൻ ചെറുതായിട്ട് കണ്ട ഈ ഒരു ഇങ്ങനെ. പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് വരാം. ഇനി എന്തോരം കണ്ടന്റ് വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ഇവിടുത്തെ മലയാളി ഫുഡ് റെസ്റ്റോറൻറ്റുകളും അവിടെ പോകുന്ന സ്ഥലങ്ങളൊക്കെ വീഡിയോസ് എടുക്കാറില്ല. നിങ്ങൾ ഇഷ്ടം പോലെ മലയാളി ഫുഡ് റെസ്റ്റോറൻറ്റ് ഫുഡൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്രയൊക്കെ ഉള്ളൂ. ബൈ. ഓക്കെ.